ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ കാര്യമായിട്ട്. ഞാൻ കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളിലൊക്കെ തിരക്കിലായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ഈ മഴ കാരണം കടുത്ത മഴയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മരണങ്ങളും കാരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും വളരെയധികം ശ്രദ്ധിക്കണം. യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കണം. അതേപോലെ തന്നെ എല്ലാവരും സുരക്ഷിതമായ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം. എന്താ പറയുക, നിങ്ങളുടെ സമയം ചെലവഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഷഹല എന്ന ടോപ്പിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ ഒരു കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഷഹല എന്ന് പറയുന്ന സ്ത്രീയെ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. അവര് ഈ കുഞ്ഞിനെയുമായിട്ട് കടന്നു കളഞ്ഞ അവരെ ഇപ്പൊ വാളയാർ ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് പോലീസുകാർ പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഈ ഷഹലയുടെ ടോപ്പിക്ക് ഞാൻ ഒത്തിരി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പരമാവധി ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്ത് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് വഴിയൊക്കെ ആണെങ്കിലും പോസ്റ്റ് ഷെയർ ചെയ്ത് സംസാരിക്കാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഷഹലയുടെ കേസിൽ എന്റെ വീഡിയോസിനാണെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോസിനാണെങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ട്. എന്റെ വീഡിയോസ് എനിക്ക് അധികം ഞാൻ കണ്ടില്ല. പക്ഷെ ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നു ഈ ഷഹലയുടെ കേസിന് ചിലരൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഏതോ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് വളരെ അധികം ചിരിയാണ് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതേപോലെ തന്നെ അതൊക്കെ ഒരു കോമാളിത്തരമായിട്ട് എനിക്ക് തോന്നിയത് ആ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മറ്റു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷഹലയുടെ കേസ് ഉണ്ടല്ലോ, അത് ഷഹല ഇങ്ങനെ പോയതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഷഹല ചിലപ്പോൾ അദ്ദേഹത്തിന്, അതായത് ഇവരുടെ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം അടുത്തിട്ടാണ് പോയത്. അതേപോലെ തന്നെ ഷഹലയ്ക്ക് ആ വീട്ടിൽ ഒരു വോയിസ് ഉണ്ടായില്ല, അതൊക്കെ കൊണ്ടാണ് ഷഹല പോയതെന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആങ്ങളമാരും കുറെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പെങ്ങന്മാരും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചു, ഇവരൊക്കെ എന്ത് എന്ത് ഉദ്ദേശിച്ചാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്നായിപ്പോയി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട്ടിലൊരാളാണ് ഇങ്ങനെ പോയതെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ? അവർ ചെയ്ത് ശരിയാണ്, എന്റെ പെങ്ങൾ അല്ലെങ്കിൽ എന്റെ സഹോദരി ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടാണ് അവൾ വേറൊരുത്തന്റെ കൂടെ പോയത് എന്ന് നമ്മൾ അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്താ പറയുക, അഭിമാനം കൊള്ളുകയാണ് ചെയ്യേണ്ടത്. അവൾ ചെയ്ത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം വേണ്ടത്. ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ ഇപ്പൊ റിയാക്ഷൻ വ്ളോഗേഴ്സിന് തന്നെ പറയുന്നുണ്ട്. അതായത് റിയാക്ഷൻ വ്ളോഗേഴ്സ്, അതായത് നമ്മുടെ ഈ മറ്റേ അവരുണ്ടല്ലോ, എന്താണ്, ദിയ കൃഷ്ണയുടെ ഒക്കെ മദർ. അതായത് റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്നവരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരായിട്ട്, നമ്മള് ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് വഴിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? മറ്റുള്ളവരിലായിട്ട് ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് അതൊരു കാരണം അതങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് പലരുടെ ഇപ്പൊ ഈ മൂൺകോ എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ, അതിന്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ആ മൂൺകോക്കാരുടെയൊക്കെ എന്തോരം പേര് വീഡിയോസ് ചെയ്തു. അതൊക്കെ പുറത്ത് വരുന്നത് എങ്ങനെയാണ്? കാരണം ഇവരുടെ ഇതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കരുത്, വാങ്ങിച്ച പണി കിട്ടും എന്നൊരു സംഭവം പുറത്തോട്ട് വരും. അത് ഈ റിയാക്ഷൻകാർ പുറത്തു വരുന്നതാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇറ്റ്സ് മീ ഗൈസ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, അവരുടെ ചാനൽ ഇടയ്ക്ക് ഒരു പുള്ളി, അതായത് മറ്റൊരു ആർട്ടിസ്റ്റ് കുറച്ച് പൈസ ഒരു കൺസ്യൂമർ കോർട്ടിൽ പരാതി പോയിട്ട്, ആർട്ടിസ്റ്റിനെതിരെ, അതായത് ആർട്ടിസ്റ്റ് പ്രതിയായിട്ട് വരുന്ന കേസിൽ ഒരു പുള്ളിക്കാരന് അയാളുടെ ഒരു 1,00,000 രൂപയോളം നഷ്ടം ആയി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട്, ആ കേസിൽ നിന്നും നിയമപരമായിട്ട് അദ്ദേഹത്തിന് യാതൊരുവിധ എന്താ അനുകൂല നടപടികളും ഉണ്ടായില്ല. അവസാനം അയാൾക്ക് അയാളുടെ നഷ്ടപരിഹാരം എങ്ങനെ അത് ലഭിച്ചത് എങ്ങനെ? ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് കണ്ടിന്യൂസ്ലി എല്ലാവരിലോട്ടും ഈ മെസ്സേജ് എത്തിയപ്പോഴത്തേനും, അതായത് ഈ സംഭവം എത്തിയപ്പോഴേക്കും എന്താ നടന്നത്? അവര് നഷ്ടപരിഹാരം കൊടുത്തോളാന്ന് പറഞ്ഞാൽ അവരത് പ്രോബ്ലം സോൾവ് ആക്കണം, ഇനി എവിടെ ന്യൂസ് ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അവരെന്താ പറഞ്ഞത്, അതിനവർ ഒതുക്കി തീർക്കുക ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്യാഷ് മുഴുവൻ കിട്ടിയത്. അപ്പൊ അതൊക്കെ യൂട്യൂബേഴ്സ് ഉള്ളത് കൊണ്ടല്ലേ അതൊക്കെ നടന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്ത് പറയണല്ല. ഞങ്ങൾ എത്രയോ പേർക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് ആൾക്കാരൊന്നും കാണും. നിങ്ങൾ എന്റെ വീഡിയോസ് തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. ഞാൻ എന്തോരം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാവരിലോട്ടും എന്തെങ്കിലുമൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഹെൽപ്പും കാര്യങ്ങളും എന്തെങ്കിലും ഞാൻ പറയാറുണ്ട്. അതേപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് തന്നെയല്ലേ ഈ നടക്കുന്നത്. അപ്പൊ ഈ യൂട്യൂബേഴ്സ് ഇവര് പറയുന്ന, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, അതായത് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇടപെട്ട് നമ്മളെന്തിനത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് തരണം. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് മറ്റുള്ള ഒരാളെങ്കിലും ഇങ്ങനെയുള്ള അവിഹിതങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവരതിൽ നിന്ന് തിരിച്ചു വരട്ടെ. അവരെ ചെയ്ത തെറ്റാണ്. നമ്മളൊരു 1000 പേര് ഒരുമിച്ച് പറയുമ്പോൾ തന്നെ അതിനുള്ള സത്യം മനസ്സിലാക്കാനായിട്ട് ഒരാൾക്കെങ്കിലും ഉപകരിക്കണമെങ്കിൽ ഒരാൾക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ചിന്തിക്കണം. അത് മനസ്സിലാക്കാതെ ചിലർ ഈ പറയുന്ന ഷഹലനെ പോലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ അത് ചെയ്യുന്നത് തെറ്റില്ല, അങ്ങനെ പോയാൽ കൊള്ളാം എന്ന് പറയുന്നതാണോ ശരി എന്ന് പറയുന്നത്? ഈ ഷഹലയുടെ കേസിൽ ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറയാനാണ്, ഇതിപ്പം ഷഹലയുടെ കേസ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഷഹലയ്ക്ക് ഷഹലയുടെ വീട്ടിൽ നിന്ന് അതിക്രൂര പീഡനം, ചിലപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു വിലയും കൊടുത്തില്ല എന്നൊക്കെ തന്നെ ഇരിക്കട്ടെ, ഷഹലയ്ക്ക് മാന്യമായിട്ട് ഡിവോഴ്സോ അല്ലെങ്കിൽ ഇവരുടെ മതത്തിൽ തന്നെ പറയുന്ന തലാഖ് അങ്ങനത്തെ സംതിങ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിൽ മാന്യമായിട്ട് പോകാമായിരുന്നു. അങ്ങനെ പോയിട്ട് മറ്റൊരാൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ അന്തസ്സുണ്ട്. മറ്റുള്ള സ്ത്രീകൾക്കും കൂടി ഒരു അഭിമാനമുണ്ട്. പക്ഷെ ഷഹല ചെയ്തത് ഒരു 3 കുട്ടികളും ഭാര്യയുള്ള ഒരാളെ തേടി പിടിച്ച് അയാളുടെ കൂടെ വീട് വിട്ടിറങ്ങിയാണ് ചെയ്തത്.
ഈ ഷഹല അത് നേരെ തിരിച്ച് ഷഹലയുടെ വീട്ടിൽ പോയിട്ടാണ് മറ്റൊരാളെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതിന് മാന്യതയുണ്ട്. അതല്ലാതെ ഈ ഒരു ഷഹല കാരണം ഇപ്പൊ ഇയാൾക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഷഹല കാരണം ഒരു കുടുംബം കൂടെ അനാഥമായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കുടുംബം കൂടെ അനാഥമായത്. ഈ പറയുന്ന എന്താണ് ഈ വ്യക്തിയുണ്ടല്ലോ, അയാൾ മുഹമ്മദ് എന്തോ അയാളുടെ പേരും. അയാൾക്ക് അയാളുടെ മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. അയാൾ പറയുന്നുണ്ട് അയാളുടെ വൈഫായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഈ പ്രശ്നമുള്ള സമയത്ത് 3 കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നതിൽ പ്രശ്നമൊന്നും വന്നില്ല അല്ലെ? അതിനൊന്നും കുഴപ്പമൊന്നും വന്നില്ല. പക്ഷെ വീട്ടിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാ ദാമ്പത്യ ബന്ധങ്ങളിലും, അതായത് 2 പേഴ്സണാലിറ്റിയാണ് അവിടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരുങ്ങുന്നത്. അവർ രണ്ടുപേരുടെയും തീരുമാനങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വെവ്വേറെയായിരിക്കും. അല്ലാതെ നമ്മുടെ ഒരേപോലെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണമെന്നില്ല. 2 ധ്രുവങ്ങളിൽ നിന്ന് വന്ന ആൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വിവാഹമാവുന്നത്. അപ്പൊ ആ 2 പേർക്കും അവരുടേതായ, ഇപ്പൊ എന്റെ കൺസെപ്റ്റ് ആയിരിക്കത്തില്ല എന്റെ ഹസ്ബൻഡിനുള്ളത്. അപ്പൊ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പൊ ഉം എന്താണെങ്കിലും ഇപ്പൊ എനിക്കും എന്റെ ഹസ്ബൻഡിനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? അതിനെ അങ്ങോട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് പോകാൻ നോക്കുക. അത് ഒട്ടും പൊരുത്തപ്പെടാതെ വരാൻ നേരത്താണ് നമ്മുടെ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മുടെ കോടതി നമ്മുടെ നിയമം അതൊക്കെ ഒരുക്കിയേക്കണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതല്ലാതെ ഇങ്ങനെ മറ്റൊരുത്തന്റെ കൂടെ പോയി കുടുംബത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കി വെച്ചത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ ഷഹല എന്ന് പറഞ്ഞ ഒരാള് കാരണം ആ കുഞ്ഞിന് മോശക്കേടായി ഇല്ലേ? ആ കൊച്ചിന് മോശക്കേടായി, ആ ഭർത്താവിന്റെ കുടുംബത്തിന് മോശക്കേടായി, അതുപോലെ തന്നെ ഈ ഷഹലയുടെ കുടുംബത്തിന് മോശക്കേടായി. എത്ര കുടുംബമാണ് ഈ ഷഹലയുടെ ഒരു പോക്ക് കാരണം ഒന്ന് എന്താ പറയാ ഒന്ന് നാണം കെട്ട് പോയി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവര് ചെയ്ത നല്ല പ്രവൃത്തിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഞാനതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ ഞാൻ ഈ കുറച്ചു നേരം മുൻപ് ഒരു വാർത്തയോടെ കണ്ടു. ഷഹലയുടെ കുഞ്ഞിനെ, അതായത് കുറച്ചു നേരം മുൻപല്ല, പറഞ്ഞായിരുന്നല്ലോ, ഷഹലയുടെ കുഞ്ഞിനെ ഈ പറയുന്ന ഷഹലയുടെ ഹസ്ബൻഡ് കൂടെയാണ് വിട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് നല്ലതാ. കാരണം ഇപ്പൊ ഇനി ഷഹലയുടെ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഷഹലയുടെ മാനസികാവസ്ഥ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അവിഹിതത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും. എന്തിനാ അങ്ങനെയുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും അവിഹിതത്തിന് പോകുന്ന നിങ്ങൾ മാന്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഒരാളുടെ കൂടെ ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വേറെ ആളുടെ അഫയർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അല്ലാതെ ഭർത്താവ് നിൽക്കവേ വേറൊരുത്തന്റെ കൂടെ പോവുക, അയാളെ ഫോൺ വിളിച്ച് അയാളുടെ ഭർത്താവിന്റെ കാശിനെ അയാളോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന സത്യം എന്തൊരു മോശമായ ഒരു അവസ്ഥയാണ്. അതിനാണ് ഈ നാട്ടുകാരൊക്കെ ഈ ഷഹലനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യണം, നല്ലത് ചെയ്തിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അവർക്കുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ വന്നിട്ട് ഷഹലയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സപ്പോർട്ട് ഷഹല ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ലാതായി പോകും. എനിക്കതിനോട് യാതൊരു യോജിപ്പില്ല. അങ്ങനെ കമന്റ്സ് ഇടുന്ന നാളെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഒരു സ്ത്രീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരോടും ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചാട്ടോ. ഇങ്ങനെ കമന്റ് ഇടുന്നവർക്കോട് അതുകൊണ്ട് ചോദിച്ചതാ. ഈ ഇങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ കാര്യം സംസാരിച്ചത്. ഒന്നില്ലെങ്കിൽ ഷഹലയ്ക്ക് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ബന്ധം വേർപെടുത്തിയിട്ട് ഷഹലയ്ക്ക് ഷഹലയുടെ വീട്ടിൽ പോകായിരുന്നു. ഭർത്താവായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അതാണ് ചെയ്യേണ്ടത്. ആ മാർഗ്ഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിയാമായിരുന്നോ? ഇത് ഷഹല സ്വന്തം കുഞ്ഞിനെ എടുത്തോണ്ട് കണ്ടവന്മാരുടെ കൂടെ പോയിട്ടല്ലേ. അതുപോലെ ആ മറ്റേ കുടുംബത്തിലെ ആ സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടോ? ഈ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ ഷഹലയുടെ ഭർത്താവാണെങ്കിൽ പോലും കുട്ടികളില്ലാഞ്ഞിട്ട് കുട്ടികളെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത കുട്ടിയാണ് ഈ ഉണ്ടായിരിക്കുന്ന ഈ ഷഹലയുടെ കൂടെയുള്ള ഈ മകൻ. അതായത് ഇവരുടെ മകൻ എന്ന് പറയുന്നത്. ആ മകനെയും കൊണ്ടാണ് ഇവര് പോയത്. പിന്നെ ഇദ്ദേഹം പുറത്തു പോയതെന്ന് പറയുന്നത് വീടുണ്ടാക്കാൻ വേണ്ടി, വീടിന് സാമ്പത്തികമായിട്ട് കുറച്ച് പുറകിലോട്ട് ആയതുകൊണ്ട് തന്നെയാണ് അത്തരം കഷ്ടപ്പാടില് അദ്ദേഹം പുറത്തേക്ക് പോയി സൗദി അറേബ്യ എന്നുപോലത്തെ കൺട്രിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യണത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ ഒരു എന്താ മര്യാദക്ക് ജീവിക്കേണ്ട, നന്നായിട്ട് ജീവിക്കേണ്ട എന്നൊരു ആഗ്രഹമാണെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ നിന്നാ പോരെ. ഈ ഉള്ള കടവും വെച്ചോണ്ട് ഇവിടെ തന്നെ ജീവിച്ചാൽ പോരെ. എന്തിനാ ഇങ്ങനെയുള്ള ഓരോ തോന്നിവാസത്തിനൊക്കെ പോകുന്നത്? അതേപോലെ തന്നെ ഈ തോന്നിവാസത്തിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്നത്. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ പോകുന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം വന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഷഹല ഇപ്പൊ ഷഹലയുടെ വീട്ടിലാണ്. കുട്ടി എന്തായാലും ഈ പറയുന്ന ഷഹലയുടെ ഹസ്ബൻഡ് കൂടെ തന്നെ പോയി. വളരെ നല്ല കാര്യം. ഇനി അത് കേസായിട്ടാ മൂവ് ചെയ്യണത്, എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല.